മൈജി എന്നുള്ള ഉപകരണങ്ങൾ അവിടെ ഗൾഫിലുള്ള ദുബായിലുള്ള വീട്ടിലേക്കാണ് കിട്ടാനായിട്ട് പോകുന്നത്. കോപ്പാണ്. ഒരു കോപ്പുമില്ല. പിന്നെ ദുബായിലുള്ള വീട്ടിലേക്ക് തന്നെ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോകാൻ പോലെ വെറും എന്തൊക്കെ ആളുകൾ ന്യൂസിൽ പറച്ചു വിടുന്നത് സത്യം പറഞ്ഞാൽ ആലോചിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ വിസയും ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത. ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല. അതൊരു ഫേക്ക് ന്യൂസ് ആണ്. അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അതൊരു ഫേക്ക് ന്യൂസ് ആണ്. ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ എന്താ പറയാ, ഈ നാരികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്ത് കഴപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അനീഷേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. പുള്ളിക്ക് ഒരു ഗോൾഡൻ വിസയും കിട്ടിയിട്ടില്ല, ഒരു ഫ്ലാറ്റും വില്ലയും ഒരു കോപ്പും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പോലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് അത് കിട്ടി, ഇത് കിട്ടി, വില്ല് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ അപ്പോൾ വന്നൊരു ന്യൂസൊക്കെ കണ്ട് നമ്മൾ പറഞ്ഞു പോയതാണ്. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ഒരു കോപ്പും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ ഞാൻ പറയാ, അതായത് പുള്ളി കഷ്ടപ്പെട്ട്, ആ പാവപ്പെട്ട മനുഷ്യൻ കഷ്ടപ്പെട്ട് 100 ഡേയ്സ് തികച്ചു. വിന്നറാകാൻ പൂർണ്ണമായ യോഗ്യത ഉണ്ടായിട്ട് പുള്ളിക്കത് ഇതുപോലുള്ള നാറികളെല്ലാവരും കൂടി ജയിപ്പിച്ചിട്ടുമില്ല. PR വർക്കും കൊടുത്ത് കുറെ തെണ്ടിത്തരം എല്ലാം കാട്ടി. ഈ തെണ്ടിത്തരം എല്ലാം ഇവന്മാരൊക്കെ കാട്ടിയിട്ടും എന്നിട്ടും പുള്ളിയെ വെറുതെ വിടുന്നില്ല. ഈ തെണ്ടികളൊക്കെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടും പുള്ളിയുടെ പേരും പ്രശസ്തിയും ഇവന്മാർക്ക് മാർക്കറ്റ് ചെയ്തെടുക്കണം. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? അതായത് അനീഷേട്ടനാണ് യഥാർത്ഥ വിന്നർ, അതുകൊണ്ട് പുള്ളിക്ക് വില്ല് കൊടുത്തു, കോപ്പ് കൊടുത്തു. ഒരു കോപ്പും കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ഗോൾഡൻ വിസയും അതൊന്നും പുള്ളിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. അതായത് പുള്ളിക്ക് വാല്യൂ ഉള്ളൂ, മാർക്കറ്റ് വാല്യൂ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അനുമോളെ പറ്റി വലിയ പൊങ്ങച്ച അടിച്ചിറക്കുന്നില്ല? അനീഷേട്ടനെ മാർക്കറ്റ് വാല്യൂ ഉള്ളൂ, പുള്ളിയാണ് യഥാർത്ഥ വിന്നർ എന്ന് അറിയാം. അപ്പൊ പുള്ളീനെ വെച്ച് വളരെ ചീപ്പായിട്ടുള്ള, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്യുകയാണ്. എന്നാൽ ഈ നാറുകൾക്കൊക്കെ കൊടുത്തുകൂടെ? എന്നാൽ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ പുള്ളിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റിംഗ് സംഭവങ്ങളൊക്കെ നടക്കും. ഇത് ഒരു നയ പൈസ ഒരു കോമണറായ പുള്ളിക്ക് കൊടുക്കാൻ ഇവന്മാർക്കൊന്നും പറ്റത്തില്ല. കാരണം ഇവന്മാർക്ക് കൈ പൊള്ളു. എന്നാൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അനുമോൾക്ക് കൊടുക്കുന്നതിന് ഇവന്മാർക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ജനങ്ങൾക്കിടയിൽ വിന്നറായ അനീഷേറിന് ഇവന്മാർക്ക് കൊടുക്കത്തില്ല. എന്നാൽ പുള്ളിയുടെ മാർക്കറ്റ് വാല്യൂ ഇവന്മാർക്ക് വേണം താനും. അതുകൊണ്ട് വളരെ ചീപ്പായിട്ട് തരം താന്ന പല തന്തയ്ക്ക് പിറന്ന പരിപാടിയാണ് സത്യം പറഞ്ഞ ഇവന്മാർ ചെയ്യുന്നത്. പുള്ളിയുടെ ആ പ്രശസ്തി ഇവന്മാർക്ക് മാർക്കറ്റ് ചെയ്തിട്ട് അത് വെച്ച് ഇവന്മാരുടെ ഫ്ലാറ്റും കോപ്പൊക്കെ ഇവന്മാർക്ക് വിൽക്കണം, അത് 4 ആളിലേക്ക് എത്തിക്കണം. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ രീതിയിൽ പുള്ളിനെ യൂസ് ചെയ്യാണ്. എന്താണെങ്കിലും അനീഷേട്ടന് ഇപ്പൊ വന്ന് ഇത് പറഞ്ഞത് വളരെ അധികം നന്നായി. എന്തായാലും എല്ലാവരും അറിയട്ടെ, ഇവന്മാരുടെയൊക്കെ കയ്യിലിരിപ്പ് എന്താണെന്ന് അറിയട്ടെ. എന്നാൽ പുള്ളിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ചെയ്ത്, ചെറുതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഒരു പരിപാടികളൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ച് അന്തസ്സുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്തസ് കെട്ട പരിപാടിയാണ് ഉള്ളതാണ്. അനുമോൾക്ക് മറുപടി കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അനുമോളുടെ പരിപാടികളൊക്കെ നമ്മളിപ്പോ കാണുന്നുണ്ട്. അനുമോളുടെ പരിപാടി നടക്കുന്നിടത്ത് ഒരു 20 പേര് 50 പേര് പോലും തേക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. അതിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നിങ്ങൾക്ക് ആ അവസ്ഥയൊക്കെ മനസ്സിലാവും അനുമോളുടെ. അന്ന് അനീഷേട്ടനാണെങ്കിൽ എന്താ ആളുകൾ മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. അതായത് അനീഷേട്ടന്റെ മാർക്കറ്റ് വാല്യൂ ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായതിൽ വെച്ച് തന്നെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്ക് പുള്ളിയുടെ മാർക്കറ്റ് വാല്യൂ പോയി എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അനീഷേട്ടനാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതുപോലെ ചില കഴിവേറികൾ ഇങ്ങനെ വരികയും ഇതുപോലത്തെ പരിപാടിയൊക്കെ ഒപ്പിച്ചു വെക്കുകയൊക്കെ ചെയ്യുന്നത്.
സത്യം പറഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് മാത്രമാണ് അനീഷ് ചേട്ടനുള്ളത്. പുള്ളിക്ക് അത്രയും ദിവസം ബിഗ് ബോസിൽ നിന്നതും അങ്ങനെയുള്ള അതും കുറച്ച് സംഭവങ്ങളൊക്കെ ഇപ്പോഴും പുള്ളിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ കൂടെ ഉള്ളത് നമ്മളെ സപ്പോർട്ടൊക്കെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനിടയിൽ ഈ ചോര ഊറ്റി കുടിക്കാൻ വേണ്ടിയിട്ട് പുള്ളീനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചില അവന്മാരൊക്കെ വരും. എന്താണെങ്കിലും അനീഷ് ചേട്ടൻ ഇതിപ്പോ തുറന്നു പറഞ്ഞാൽ നന്നായി. നമ്മളും ഇതൊക്കെ അനീഷ് ചേട്ടന് കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിച്ച് വളരെയധികം സന്തോഷം തോന്നി. നമ്മളും ഈ പുള്ളിക്ക് അത് കിട്ടി, വില്ല കിട്ടി, പുള്ളിക്ക് കുറെ അധികം പൈസ കിട്ടാൻ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളും വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഭാഗത്ത് നമ്മളിത് വിശ്വസിച്ച് പോയി വളരെ സന്തോഷത്തില്. ആകെ പുള്ളിക്ക് കിട്ടിയെന്ന് പറയാനായിട്ട് മൈജി ഓഫർ ചെയ്തിട്ടുള്ള പുള്ളിയുടെ വീട്ടിലേക്കുള്ള വീട്ടുപകരണങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങള്, പിന്നെ ഫോൺ 2 ലക്ഷം രൂപയുടെ ഫോൺ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടുള്ളൂ. ചില ന്യൂസുകളൊക്കെ അടിച്ചിറക്കി വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ന്യൂസിൽ പറയുന്നത് മൈജി എന്നുള്ള ഉപകരണങ്ങൾ അവിടെ ഗൾഫിലുള്ള ദുബായിലുള്ള വീട്ടിലേക്കാണ് കിട്ടാനായിട്ട് പോകുന്നത്. കോപ്പാണ്, ഒരു കോപ്പുമില്ല. പിന്നെ ദുബായിലുള്ള വീട്ടിലേക്ക് തന്നെ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോകാൻ പോലെ വെറും എന്തൊക്കെ ആളുകൾ ന്യൂസിൽ പടച്ചു വിടുന്നത് സത്യം പറഞ്ഞാൽ ആലോചിക്കുക. അത് ഞാനും ആലോചിച്ചു, ഈ കോപ്പ് എങ്ങനെ ഈ സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ടുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ പോകണമെന്ന്. എന്താണെങ്കിലും എന്താ പറയാ, എന്തൊക്കെയാ ന്യൂസുകാരും എന്തൊക്കെയാ അടിച്ചു പടച്ചു വിടുന്നതെന്നുള്ളതാണ്. പാവങ്ങൾ നമ്മളൊക്കെ ഇതൊക്കെ വിശ്വസിച്ച് ഇതും വായിച്ചിട്ട് ഇരിക്കുമെന്നുള്ളതാണ്. എന്താണെങ്കിലും ഇതൊന്നും അല്ല സത്യം എന്നുള്ളത് അനീഷ് ചേട്ടൻ ലൈവായിട്ട് ഇപ്പൊ വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും കണ്ടതല്ലേ. എന്താണെങ്കിലും ചോര ഊറ്റി കുടിക്കാൻ കുറച്ചധികം ആളുകൾ അനീഷ് ചേട്ടന്റെ ചുറ്റും നടക്കുന്നുണ്ട്. അനീഷ് ചേട്ടൻ അതിലൊന്നും വീണ് പോകുന്ന ഒരുത്തനും വിശ്വസിക്കേണ്ട, ഒരുത്തനും വിചാരിക്കേണ്ട. 100 ദിവസം അവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി കയറിയിട്ടുണ്ടെങ്കിൽ അനീഷ് ചേട്ടന് അത് പിടിച്ചു നിൽക്കാനും അറിയാം. നിന്നെ പോലുള്ള ഊളകളുടെ കളികളൊന്നും നമ്മുടെ അനീഷ് ചേട്ടൻ്റെ അടുത്ത് നടക്കത്തില്ല. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ടേക്ക് കെയർ, ബൈ ബൈ.